അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ സ്ഥലം കേട്ടോ. കുന്നത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ഞങ്ങളുടെ സെൻറ്റർ. അപ്പം മീൻ നോക്കി നോക്കാം. ഹായ്. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കാൻ പോകണം. കുറേ കടകളുണ്ട്. അപ്പോൾ ഏത് കടയിലെ തിരക്കുന്നത് നോക്കിയിട്ട് നമുക്ക് പോകാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ അവിടെ കുറേ കായൽ മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കായൽ മീനൊക്കെ നോക്കാം. ഇതാണ് കുന്നത്തങ്ങാടി സെൻറ്റർ. അപ്പോൾ കായൽ മീൻ വേണ്ടവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി കായൽ മീനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് കായൽ മീൻ കാണിച്ചു തരാം. ഇത് എവിടെയാ? ഓക്കെ. അപ്പോൾ കായൽ മീനിൻ്റെ സ്ഥലത്തിൻ്റെ അപ്പോൾ കായൽ മീൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെൻറ്റർ കേട്ടോ, കുന്നത്തങ്ങാടി സെൻറ്റർ. അപ്പോൾ ഇവിടെ കുറേ കായൽ മീൻ ഉണ്ട്. ഇതെന്ന് രാജേഷ് ഏട്ടൻ. അപ്പോൾ രാജേഷ് ഏട്ടയിലുള്ള മീനുകൾ ഇതാണ് കേട്ടോ. അടുത്ത മീൻ കാണിക്കാം. ബ്രാലുണ്ട്, കിടക്കാച്ചി ബ്രാലേക്കിട്ട്. ബ്രാല് വേണ്ടവരൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടാ. വാള അതൊരു മീനച്ചാ. അത് കട്ട്ല എന്താ ഇത് വാള, പിലോപ്പി, വാള, കണ്ണമായി വാളക്കുണ്ട് കേട്ടോ. ഒരു വളയും കൂടി ഞാൻ നടന്ന് വീഡിയോ എടുത്ത് വയമ്പ് വലിയ പിലോപ്പി വാളക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്ത ചാട്ടന്മാരാണ് കേട്ടാ. അപ്പൊ മീൻ വേണ്ടവരും ഇങ്ങോട്ട് പോന്നോട്ടെ. ഇഷ്ടം പോലെ മീനുകളുണ്ട്. നമ്മുടെ കണ്ണമ്പായി ഇരിക്കുന്നുണ്ട്. കൊഞ്ചുണ്ട്. അപ്പൊ കാലത്ത് ഒരു 8 മണി നേരത്ത് വന്ന ഇഷ്ടം പോലെ മീനുകൾ ഉണ്ടാവും കേട്ടാ. ഓക്കെ. ഇതാണ് നമ്മുടെ അടുത്ത ബാറ്. ഇത് തൊട്ടപ്പുറത്ത് കള്ളുഷാപ്പ് ഉണ്ട്. കള്ളുഷാപ്പ് എടുക്കുമ്പോ കള്ളുഷാപ്പ്. അപ്പൊ നമുക്ക് ആദ്യം ചിക്കൻ മേടിക്കാൻ പോവല്ലേ കുമ്പോ. ഇതാണ് ഞങ്ങളുടെ സെന്റർ കേട്ടാ. ലോട്ടറി കട എല്ലാം കൂടിയിട്ടുള്ള ഒരു സെന്ററാണ്. അപ്പൊ തന്നെ ഞങ്ങളുടെ അടുത്ത ബാറ്. ഈ ബാറ് വന്ന് ചോദിച്ചാൽ മതി. കുന്നത്താണി ഹിൽ ടോപ്പ് ബാറ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലമായിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ അടയാളം. അപ്പോൾ നമ്മൾ ജോഫ്രി ചാൻ്റെ ചിക്കൻ കടയിലേക്ക് പോവാം. 106 രൂപയാണ് ഇന്ന് ചിക്കൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു ചിക്കൻ നമുക്ക് മേടിക്കാം. അപ്പോൾ തന്നെ കട. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മേടിക്കണത്. അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ മേടിക്കാൻ വന്നിട്ടുള്ള കട ജോഫ്രി ചാൻ്റെ കടയിൽ കേട്ടോ. കുറേ കടകളുണ്ട്. അപ്പോൾ ജോഫ്രി ചാൻ്റെ അവിടെ ഹോൾസെയിൽ കട ആയതുകൊണ്ട് ചെറുതായിട്ട് പൈസയ്ക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 106 രൂപയാണ് കേട്ടോ. അല്ല പൊടിയാ? 106 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ നമുക്കൊരു ചെറിയ ചിക്കൻ മേടിക്കാമല്ലേ? ചെറുത് 2 കിലോൻ്റെ പറയും. മാമൻ്റെ അടുത്ത് പറയും 2 കിലോ ചിക്കൻ തരാൻ പറയും. പിന്നെ പറഞ്ഞാ തരില്ലേ? അമ്മ ആന്റീൻ്റെ അടുത്ത് പറയും. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണത് നമ്മുടെ രവിച്ചാന്റെ കടയിലിട്ടത്. ഇതാണ് അപ്പൊ നമ്മുടെ രവിച്ചേട്ടന്റെ കട. നമ്മള് ബിരിയാണിയിലേക്കുള്ള സംഭവങ്ങൾ മേടിക്കാൻ രവിച്ചാന്റെ കടയിലേക്ക് പോകണം. വണ്ടി ഇവിടെ വെക്കാം. എവിടെയാ സംഭവം എടുത്തോടത്ത കുറച്ച് ബീൻസ് കുറച്ച് മതിട്ടാ. കുറച്ച് ഒരു പിടി എടുത്തോ. ഒരു പിടി എടുക്കുമ്പോ മതി. ചേച്ചി അത് കുറച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇട്ട് കൊടുക്ക്. അതിലിട്ട് കൊടുക്ക്. കുറച്ചും കൂടി വേണ. 100 ഗ്രാം അതായി. പിന്നെ ഒരു 2 ചെറുനാരങ്ങ എടുത്താ. അപ്പോൾ ഒരു 100 ഗ്രാം ക്യാരറ്റ്. 100 ഗ്രാം അല്ല, ഈ ക്യാരറ്റ് ഇത് 2 ക്യാരറ്റ്. അപ്പോൾ അതാണ് രവിയേട്ടന് രവിയേച്ചിയും. ഒരു തൈര്. പിന്നെതാ പപ്പക്കായരെ പോലത്തെ സംഭവം ഇല്ലേ ചേച്ചി? ഇത് അതന്നെ. അത് അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഒരു ചെറിയ മുന്തിരിയും ഒരു ചെറിയ അണ്ടിപ്പരിപ്പും കാട്ട്. പിന്നെ നമ്മള് പിന്നൊരു ഇത് മസാല പാക്കറ്റ് പൊടിക്കാത്തത്. പിന്നെ ഒരു പപ്പടം. മസാല ചെറുത് മതി. അതിലത്തെ മറ്റേ വേപ്പിൽ എന്തൊക്കെ സാധനങ്ങളില്ലേ അത് മതി. ബിരിയാണി വയ്ക്കാനുള്ള സാധനങ്ങളും മൊത്തം
പിന്നെ ഒരു ചെറിയ ചിക്കൻ മസാല, പിന്നെ പപ്പടം. പിന്നെ പപ്പടം. ആ ഓക്കെ. മുന്തിരി എങ്ങനെ തൂക്കാം? ആ ഓക്കെ, ഒരു 50 ഗ്രാമൊക്കെ മതി. ചെറിയൊരു ഏലക്കായ കേട്ടാ. അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞു, പർച്ചേസിങ് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ചേച്ചിയും ചേട്ടനും രവിയേട്ടനും. ചേച്ചിയുടെ പേരെന്താ? ശുഭ ചേച്ചി. ആ നമ്മുടെ ശുഭ ചേച്ചിട്ടാ. അപ്പോൾ തന്നെ നമ്മൾ വന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്ന കട. അപ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ആയി തോന്നുന്നു. ഇനി ഒന്നും വേണ്ടല്ലോ, അതൊക്കെ അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ മതി. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോയി ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഇവിടെ കാൽക്കുലേറ്റർ ചേച്ചി അവരെ തുണ്ടെടുത്ത് കൂട്ടും. ഞങ്ങള് മീൻകട കാണിച്ചില്ലേ, അതാണ് ഞങ്ങളുടെ ബേക്കറി. നമ്മുടെ ചേട്ടൻ ഞങ്ങള് ബിരിയാണി ഒക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വഴിയിട്ടാ സെന്ററിൽ. അപ്പൊ പിന്നെ ഈ കാണുന്നതാണ് ബിജു മേനോൻ മേടിച്ച സ്റ്റുഡിയോ ഉണ്ട്. സിനിമ നടൻ ബിജു മേനോൻ മേടിച്ച സ്റ്റുഡിയോ. കുറെ സിനിമയും കാര്യങ്ങളൊക്കെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് നടക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വഴി. ഈ വഴി കുറച്ച് അങ്ങോട്ട് പോയാൽ ഞങ്ങളുടെ വീടായിട്ട് ഒരു 10-15 വീട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടായി. അപ്പോൾ ഞങ്ങളെ കാണാൻ കുറേ പേര് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു വഴി കാണിച്ചു തരലും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വഴി. അപ്പോൾ ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ കടകളുണ്ട്. പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രവിയേട്ട കട പോയി. രവിയേട്ട കടയിൽ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു കടയാണ്, അതൊന്ന് മുടക്കണ്. അങ്ങനെ അതേ കണ്ടോ നമ്മുടെ വീട് എത്താറായി. നമ്മുടെ വീട്. അയ്യോ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ. അപ്പോൾ അങ്ങനെ അതെ ഇവിടെയാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പോൾ ഇത്ര ദൂരമുള്ളൂ കേട്ടോ സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഞങ്ങളെ കാണാൻ വരുന്ന പറഞ്ഞ ആൾക്കാർക്ക് എളുപ്പ വഴി കാണിച്ചു തന്നെയാണ് കേട്ടോ. ആ അതെ പൊന്നൂസ് അവിടെ അതെ. എന്തായാലും മോളെ അരി കഴിക്കുക. ആ അപ്പം അമ്മ അരി കഴിക്കുക. ഇതാണ് നമ്മുടെ വീട് കേട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല. നമ്മുടെ അടുത്ത് കുറേ പേരായി ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നുണ്ട്, എങ്ങനെയാണ് വരാമെന്ന്. അപ്പോൾ ഈ കാണിച്ച സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ കറക്റ്റായിട്ടുള്ള അടയാളം. അതായത് തൃശ്ശൂർ ജില്ലയിൽ കുന്നത്തങ്ങാടി. അപ്പോൾ കായലിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കായലിമീൻ എല്ലാ ടൈപ്പ് മീനുകളുണ്ട്. അപ്പോൾ കാലത്ത് 7 മണി തൊട്ട് ഒരു 11 മണി വരെ നമ്മുടെ അവിടെ കണ്ടില്ല ചേട്ടന്മാർ മീൻ വിൽക്കായിരിക്കും. പിന്നെ വൈകിട്ട് 5 മണി തൊട്ട് ഒരു 7 മണി വരെ ഉണ്ടാവും. അപ്പോൾ കുന്നത്തങ്ങാടി വന്നിട്ട് നമ്മുടെ സേവന വഴി വന്നാൽ നമ്മുടെ വീടായി. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ വഴിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാട്ടാ. അപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയറിങ് കൂടിയും ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ. താങ്ക് യു.